നമസ്കാരം, വെൽക്കം ടു കേരള ക്രിക്കറ്റ് കഫേ. ഇന്ന് നമ്മൾ GT വേഴ്സസ് SRH. എന്താ ഒരു പവർ പ്ലേ ഡോമിനൻസ് ആരും ബ്രോ. നമ്മൾ പറഞ്ഞത് അതേപോലെ നമ്മൾ പ്രിവ്യൂല് പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റായിട്ട് സംഭവിച്ചായിരിക്കും. പ്രത്യേകിച്ചും അരുൺ ബ്രോ പറഞ്ഞ് അവരുടെ ഗ്രൗണ്ടിൽ അവരുടെ GTയുടെ കണ്ടീഷനിൽ GT അടിക്കാന്ന് പറഞ്ഞത് വളരെ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞത് അത് അതേപോലെ തന്നെ സംഭവിച്ചു. SRH തകർന്ന് തരിപ്പണമായിട്ട് പവർ പ്ലേ ഡോമിനൻസ് എന്ന് പറഞ്ഞാൽ അന്യായ ഡോമിനൻസ്. SRHന്റെ ഒരു ബാറ്റ്സ്മാൻ പോലും 20 റൺസിന് മേളിൽ സ്കോർ ചെയ്യാൻ പറ്റിയില്ല. അത്ര പത്തറ്റിക് ആയിട്ട് അവർ ഒരു ബിഗ് മാർജിനിൽ പരാജയപ്പെടുന്നു എന്ന് പറയുന്നത് കണ്ടീഷൻ ഇനി അവരുടെ സാഹചര്യത്തിനൊത്തല്ല എങ്കിൽ പോലും അതിനൊരു ജസ്റ്റിഫിക്കേഷൻ അല്ല ശരിക്കും പറഞ്ഞാൽ മുന്നോട്ട് പോകുമ്പോൾ. കാരണം അവര് ഇത്രയും വലിയ മാർജിനില്ല. വേറെ ആരെങ്കിലും ഒക്കെ അവരുടെ ഒരു ബലഹീനത കറക്റ്റായിട്ട് ഇന്ന് നമുക്ക് മനസ്സിലാവാണ്. അറ്റാക്ക് ചെയ്യുക മാത്രമല്ലല്ലോ ക്രിക്കറ്റ് എന്ന് പറയുന്നത്. എന്താണ്? എനിക്കൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സൈഡിൽ നിന്ന് ഒരു ലൈക്കോ കമൻറ്റോ സബ്സ്ക്രിപ്ഷനോ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ടുള്ള വീഡിയോകളിൽ അതൊരു ബൂസ്റ്റായി മാറും. അതാണ് യൂട്യൂബ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാൻ നോക്കുന്ന പാരാമീറ്റേഴ്സ്. അതുകൊണ്ട് നിങ്ങളുടെ സൈഡിൽ നിന്ന് നമ്മളും ഒരു സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ, ക്രിക്കറ്റിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞതാണ്, GT സംബന്ധിച്ച് GTയിൽ വെച്ചിട്ട് SRH അടിക്കത്തില്ല, GT തിരിച്ചടിക്കാനാണ് സാധ്യത കൂടുതൽ. കാരണം രണ്ട് കാര്യങ്ങളാണ് ഞാൻ അതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്തത്. ഒന്ന്, GT ബോളേഴ്സിൻ്റെ പവർ പ്ലേ ഡോമിനൻസും ആഫ്റ്റർ പവർ പ്ലേ ഡോമിനൻസും വിത്ത് ആവറേജും വിത്ത് വിക്കറ്റും വിത്ത് ലെങ്തും ഞാൻ പറഞ്ഞു തന്നിരുന്നു. അതിനുശേഷം ഞാൻ രണ്ടാമത് പറഞ്ഞൊരു കാര്യമാണ്, എന്തുകൊണ്ട് SRHനെ കൊണ്ട് പറ്റില്ല എന്ന് ഞാൻ ചിന്തിക്കാനുണ്ടായ കാര്യം, SRHൻ്റെ ബാറ്റ്സ്മാൻമാർക്കൊന്നും അവിടെ GTയിൽ നല്ല ട്രാക്ക് റെക്കോർഡ് ഇല്ല. അതും നമ്മൾ ആവറേജും സ്ട്രൈക്ക് റേറ്റും വെച്ച് എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു പ്രിവ്യൂവിൽ. ആ രണ്ട് പാരാമീറ്റേഴ്സ് ഉള്ളതുകൊണ്ടാണ് അതെ, ആ ഒരു പാരാമീറ്റേഴ്സ് ഉള്ളപ്പോൾ ആ ഒരു മാച്ചപ്പിൽ തന്നെ പ്യുവർ ഡോമിനൻസ് നമുക്ക് കാണാമായിരുന്നു. കൊണ്ടാണ് GT ജയിക്കും എന്ന് ഞാൻ പറഞ്ഞത്. പക്ഷെ ഞാൻ പറഞ്ഞെങ്കിൽ പോലും ഇത്രമാത്രം ഒരു മാർജിനിൽ എനിക്ക് ജയിക്കുന്ന ഒരു വിശ്വാസവും ഇല്ലായിരുന്നു. അവിടെയാണ് എക്സ്ട്രാ ഒരു പ്രസിദ്ധ് കൃഷ്ണ എന്ന് പറഞ്ഞ ഒരു ബോളറിൻ്റെ അഡീഷൻ കൊണ്ടുണ്ടായ ഇമ്പാക്റ്റ്. നമ്മൾ ആദ്യമേ മുതലേ പറയുന്നുണ്ട് പ്രസിദ്ധ് കൃഷ്ണ കളിക്കണം. പല ആവർത്തി നമ്മൾ പറഞ്ഞിരുന്നു, ഇത് പ്രസിദ്ധ് കൃഷ്ണ കളിച്ചിരുന്നെങ്കിൽ ഒരു 100 താഴെ ഓളോട്ടായനെ, 100 താഴെ ഓളോട്ടായനെ പല റിവ്യൂവിലും നമ്മൾ പറഞ്ഞിരുന്നു. അതിന് പകരം ഒരു മനഫ് സുത്താർ എന്ന് പറഞ്ഞൊരു പ്ലെയറിനെ കൊണ്ടാണ് നടന്നിരുന്നത്. അപ്പോൾ ആ ഒരു ഇമ്പാക്റ്റും നമുക്കിന്ന് കാണാൻ പറ്റി എന്നുള്ളതാണ് അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം. ഇത്രത്തോളം ഒരു ഹോം ഗ്രൗണ്ട് അഡ്വാൻറ്റേജ് കിട്ടുന്ന ഒരു ടീമിനെ കഴിഞ്ഞ 2 വർഷത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ഇതെങ്ങനെയാണ് ഇവർ ഒപ്പിച്ചെടുക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇത്രത്തോളം ഒരു ഹോം അഡ്വാൻറ്റേജ് കിട്ടുന്ന ഒരു ടീമിനെ ഞാൻ കണ്ടിട്ടില്ല. അത് ഫസ്റ്റ് ഗിൽ ഔട്ടായപ്പോൾ തന്നെ മനസ്സിലായി അതൊരു ഡബിൾ പേസ്ഡ് വിക്കറ്റാണ്. ബോൾ ഈസ് നോട്ട് കമ്മിങ് സോ സ്മൂത്ത്ലി ടു ദ ബാറ്റ്. എന്നാൽ ആ ഫസ്റ്റ് ഗില്ലിൻ്റെ ഷോട്ടിൽ നിന്ന് തന്നെ എവിടെ ഉണ്ടായിരുന്നു. അതേ കൂട്ടന്നെ അവരുടെ പവർ പ്ലേയിലും അവരുടെ ബാറ്റ്സ്മാൻമാർ ശരിക്കും സ്ട്രഗിൾ ചെയ്തു. അവർ ലാപ്പ് ചെയ്തു, റിവേഴ്സ് ലാപ്പ് ചെയ്തു, സ്കൂപ്പ് ചെയ്യാൻ നോക്കുന്നു. പല രീതിയിലൊരു ബൗണ്ടറി കണ്ടെത്താൻ അവരും കഷ്ടപ്പെട്ടു. അവരും ആകെ പവർ പ്ലേയിൽ എന്തോ 34 റണ്ണോ മറ്റോ എടുത്തുള്ളൂ. അത് GTയുടെ ഈ വർഷത്തെ ലോവസ്റ്റ് പവർ പ്ലേ സ്കോറാണ്. അതേകൂട്ട് SRHനെ സംബന്ധിച്ച് SRH റെസ്ട്രിക്റ്റ് ചെയ്യുന്ന ലോവസ്റ്റ് പവർ പ്ലേ സ്കോറുമാണ് അതുണ്ടായത്. അതിനുശേഷം ഒരു 6-7 ആവറേജ് എന്നുള്ള രീതിയിൽ പതിയെ ആ ടീമിനെ തിരിച്ച് റീബിൽഡ് ചെയ്ത് 7 to 8 റൺ റേറ്റ് എന്നുള്ള രീതിയിൽ ആ ടീമിനെ തിരിച്ച് റീബിൽഡ് ചെയ്തുകൊണ്ട് വന്നതാണ് സായി സുദർശനും അതിൻ്റെ കൂടെ തന്നെ സർക്കിളിൽ കളിച്ച നിഷ സിന്ധു. അതിനോടൊപ്പം തന്നെ നമുക്ക് ചേർത്ത് പറയേണ്ട കാര്യമാണ് വാഷിങ്ടൺ സുന്ദർ എന്ന് പറഞ്ഞ ബാറ്റ്സ്മാൻ്റെ ഫോം. അതും നമ്മൾ പ്രിവ്യൂവിൽ പറഞ്ഞിരുന്നു, വാഷിങ്ടൺ സുന്ദർ ഈസ് ലുക്കിംഗ് അറ്റ് എ ഗുഡ് ടച്ച്. ഇന്ന് ആ യോർക്കർ വന്ന ബോളൊക്കെ 6 അടിച്ച് കളഞ്ഞ് കണ്ടപ്പം ലൈക്ക് പ്രൈം വാഷിങ്ടൺ സുന്ദർ വിത്ത് ദ ബാറ്റാണ് എനിക്ക് ടെസ്റ്റ് തോന്നിയത്. ക്രിക്കറ്റിൽ കളിക്കുന്ന അതെ 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 ടെസ്റ്റ് ക്രിക്കറ്റിലാണ് വാഷിംഗ്ടൺ സുന്ദർ ഇമാതിരി അടി അടിക്കുന്നത്. അതെ. അതേപോലെ വന്നിട്ടാണ് ഇന്ന് അടിച്ചത്. വെറും 33 പന്തേന്നാ പുള്ളി 50 സ്കോർ ചെയ്തുകൊണ്ട് ഔട്ടായി പോയത്. അത് നമ്മൾ എടുത്തു പറയണം. കണ്ടീഷൻ അതെ അതെ അതെ, ഈ ഒരു കണ്ടീഷൻസും. അവിടെ പിന്നെ അതിന് സായ് സുദർശന്റെ ബാറ്റിംഗ് അതുപോലെ സായ് സുദർശൻ സ്ലോ ആണെന്ന് നമ്മൾ പറയുമ്പോൾ ഇതൊക്കെ സായ് സുദർശന്റെ എന്താ പറയുന്നത് സ്വീറ്റ് ഗ്രൗണ്ട്സ് ആണ് ഇങ്ങനെയുള്ള കണ്ടീഷൻസ് എന്ന് പറയുന്നത്. ഇന്ന് അടിച്ച കവർ ഡ്രൈവുകളൊക്കെ കണ്ടേ തന്നെ പുള്ളിക്ക് കളിക്കാൻ പറ്റുന്ന കണ്ടീഷനാണ്. ഒരു പ്രോപ്പർ അതെ ടെസ്റ്റ് പുള്ളി ക്രിക്കറ്റ് ബാറ്റ്സ്മാനെ എങ്ങനെ കളിക്കും അതുപോലെ തന്നെയാണ് പുള്ളി കളിച്ചത്. അതെ പുള്ളി ഇനിഷ്യലി ഭയങ്കര ഡിഫെൻസീവ് ആയിരുന്നു. 29 പന്തിൽ നിന്ന് 31 റണ്ണ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടുന്ന് സെറ്റായി എന്ന് കണ്ടപ്പോഴാണ് അടിച്ച് കയറ്റി ഒരു 130 140 കണ്ട് സ്ട്രൈക്ക് റേറ്റിൽ കളി ക്ലോസ് ചെയ്തത്. ലൈക്ക് SRH ബോളേഴ്സ് വാസ് എക്സലൻറ്റ്. അതും നോട്ട് ടേക്കിംഗ് എനി ക്രെഡിറ്റ്സ് അവേ ഫ്രം ദം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ GT ഒരു 20 റൺസ് ഷോർട്ടാണ്. അത് മിഡ് മാച്ച് ഇൻ്റർവ്യൂവിലും അത് പറയുണ്ടായി. GT എന്ന് പറയുന്ന ടീം 20 റണ്ണ് ഷോട്ടാണ് ആ ഗ്രൗണ്ടിൽ അടിച്ചിരിക്കുന്നത്. ഇത് മതിയോ എന്നായിരുന്നു എല്ലാവർക്കും സംശയം. ഇപ്പോൾ GTയുടെ സൈഡിൽ നോക്കുകയാണെങ്കിൽ പാറ്റ് കമ്മിൻസ്, SRHൻ്റെ സൈഡിൽ നോക്കുകയാണെങ്കിൽ പാറ്റ് കമ്മിൻസ്
4 ഓവറിൽ 20 റണ്ണിന് ഒരു വിക്കറ്റ് എന്നുള്ള രീതിയിലും ദീഷ് കുമാർ റെഡ്ഡി ഇച്ചിരി ടച്ച് എക്സ്പെൻസീവായി 9 എന്നുള്ള രീതിയിൽ അവിടെ എടുത്തു പറയേണ്ടതാണ് പ്രഫുൽ ഹിഞ്ചെ എന്ന് പറഞ്ഞൊരു ബോളർ. അവരുടെ പുതിയ ന്യൂ 2 ഫൈൻഡിങ്സ്, അതായത് ഷക്കീബ് ഹുസൈനും പ്രഫുൽ ഹിഞ്ചയും 3 ഓവറിൽ 17 റണ്ണ് കൊടുത്ത് 2 വിക്കറ്റും 4 ഓവറിൽ 37 റണ്ണ് കൊടുത്ത് 2 വിക്കറ്റും എടുത്തു. അത് രണ്ടും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഈ ഗ്രൗണ്ടിൽ ഫിംഗർ സ്പിന്നേഴ്സ് എറിയേണ്ട ഒരു കാര്യവുമില്ല. നമ്മൾ നേരത്തെ പല അനാലിസിസിലും സംസാരിച്ചൊരു കാര്യമാണ്. അതുകൊണ്ടാണ് ശിവാങ് കുമാർ എറിയേണ്ട ഒരു കാര്യമില്ലായിരുന്നു അവിടെ. പുള്ളി 2 ഓവറിൽ തന്നെ 19 റണ്ണ് കൊടുത്തു. ഒരു ഇമ്പാക്റ്റ്ഫുൾ ആയിട്ടുള്ള ബോളിങ്ങും അല്ലായിരുന്നു. ഒരുപാട് വൈഡ് എക്സ്ട്രാസ് അങ്ങനെ ഉണ്ടായ ഒരു ഓവറായിരുന്നു അതും ഉണ്ടായത്. ഇഷാൻ മലിംഗ വാസ് ടു എക്സ്പെൻസീവ്. പുള്ളി ഇവിടുത്തെ ഒരു കണ്ടീഷൻസ് എക്സ്ട്രാക്ട് ചെയ്യാതെ പുള്ളിയുടെ സ്വതസിദ്ധമായ ഒരു ലൈനെ ലെങ്ത്, യോർക്കർ അല്ലെ ഫുൾ ലെങ്ത് എന്നുള്ള രീതിയിൽ എറിഞ്ഞ് അടി മേടിച്ചതാണ്, ചോദിച്ച് മേടിച്ചതാണ്. അതില്ലായിരുന്നുവെങ്കിൽ ഒരു 10 റണ്ണ് കുറവേ ജി ടിന്ന് സ്കോർ ചെയ്യുള്ളായിരുന്നു. ജി ടി ഒരു 20 റണ്ണിൽ താഴെ റെസ്ട്രിക്ട് ചെയ്ത് തന്നെ SRC ബോളേഴ്സിന്റെ മികവാണ്. അതെ, തീർച്ചയായിട്ടും. SRSന്റെ ബോളേഴ്സ് മികവെന്ന് പറയുമ്പോൾ ഈ കണ്ടീഷൻ അത്ര ഫാസ്റ്റ് ബോളേഴ്സിന്, അതായത് അവരുടെ ഇപ്പൊ പ്രഫുൽ ഹിഞ്ചയൊക്കെ ആ ഫസ്റ്റ് മാച്ചിന് ശേഷം ഒന്ന് ഡള്ളായി പോയിക്കൊണ്ടിരുന്ന ഒരു ബോളറാണ്. സോ അത്ര നല്ല സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ അവരത് കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്തെന്ന് വേണമെങ്കിൽ പറയാം. പ്രഫുൽ ഹിഞ്ച ആയാലും അത് തന്നെ. പിന്നെ ഷക്കീബ് ഹസൻ അങ്ങനെയല്ല, ഒരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് പുള്ളി കൊടുത്തു വരുന്നുണ്ട്. പക്ഷെ അതുകൊണ്ടായിരിക്കും SRHന്റെ ഒരു കമ്പാരിറ്റീവ്ലി അത്ര പെർഫോമൻസ് ഒന്നും കാഴ്ചവെക്കാത്ത ബോളേഴ്സ് പോലും നന്നായിട്ട് പെർഫോം ചെയ്തത്. അതേസമയം ജി ടിയുടെ സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ജി ടി ഇപ്പോ റബാഡയുടെ കാര്യം നമ്മൾ പറയാം. റബാഡ ഈ ഒരു സീരീസിൽ പവർ പ്ലേയിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുത്ത ബോളറായിട്ട് മാറിയിട്ടുണ്ട്. 16 വിക്കറ്റ്സ് ഈ ഒരു പവർ പ്ലേയിൽ. അതായത് ഭുവനേശ്വർ കുമാർ നമ്മൾ അത്രയും തീയായിട്ട് എറിയുന്നു എന്ന് പറയുമ്പോഴും ഈ ഭുവനേശ്വർ കുമാർ ഏകദേശം 9 10 വിക്കറ്റിൽ നിൽക്കുന്നതേ ഉള്ളൂ. അപ്പൊ അത്ര ഡോമിനൻസ് ആണ് റബാഡ പവർ പ്ലേയിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ ഒരു ഡിഫറൻസ് നമുക്ക് മനസ്സിലാവും, പ്രത്യേകിച്ചും അഹമ്മദാബാദ് ഗ്രൗണ്ടിൽ. സോ അത് അവർക്ക് സിറാജ് ഈ രീതിയിൽ തീയായിട്ട് എറിയുകയും അതിന്റെ കൂടെ റബാഡ ഈ രീതിയിൽ സപ്പോർട്ട് ചെയ്യും. പിന്നീട് വരുന്ന ഒരു ബേസ് ബോളർ ഇപ്പൊ ഇന്ന് നമ്മുടെ ആരാണ് ഇന്ന് ആഡ് ചെയ്യുന്ന ബോളർ ആരാണ്? പ്രസിദ്ധ് കൃഷ്ണ വന്ന് സപ്പോർട്ട് ചെയ്യും. പോരാത്തതിന് ഹോൾഡർ ഈ രീതിയിൽ ഒരു ഒരു പെർഫോമൻസ് കൂടെ കൊടുക്കുമ്പോഴത്തേക്ക് ജി ടി വേറെ ലെവലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ബോളേഴ്സ് എല്ലാം പണ്ട് ഇപ്പൊ റബാഡ ഡൽഹിയിലോ അതിനു മുമ്പ് വേറെ ഏത് ടീമായിരുന്നു, പഞ്ചാബിലൊക്കെ കളിച്ചുകൊണ്ടിരുന്നപ്പോ ഒരു രീതിയിൽ ഇമ്പാക്ട് ഉണ്ടാവാത്ത ബോളർ. അതേപോലെ സിറാജ് ബാംഗ്ലൂരിൽ കളിച്ചോണ്ടിരുന്നപ്പം നല്ല ചെണ്ടയെന്ന് പേര് കേട്ട ഒരു ബോളർ. ഇവരെല്ലാം ജി ടിയിലേക്ക് വന്നപ്പോഴത്തേക്ക്, നെഹ്റയുടെ അണ്ടറിലേക്ക് വന്നപ്പോഴത്തേക്ക് എക്സെപ്ഷണൽ ആയിട്ടുള്ള ബോളേഴ്സ് ആയിട്ട്, അതായത് അന്യ ബോളേഴ്സ് ആയിട്ട് മാറി. ഈവൻ ഹോൾഡർ അതുപോലെ തന്നെ. അങ്ങനെ ബോളേഴ്സ് ഈ ഒരു ടീമിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മൾ പണ്ട് ഇതുപോലെ തന്നെ ജി ടിയിലേക്ക് വരുമ്പോൾ ബോളേഴ്സ് എന്തുമാത്രം ഇമ്പ്രൂവ് ആകുന്നുണ്ടെന്ന് പണ്ട് പല ബോളേഴ്സിലും നമ്മൾ കണ്ടിട്ടുണ്ട്. സോ അതേ ഒരു കാര്യം തന്നെ ഈ ബോളേഴ്സിൽ സംഭവിക്കുകയാണ്. അത് ജി ടിയെ സംബന്ധിച്ച് വലിയ പ്രത്യേകിച്ച് അവരുടെ കണ്ടീഷനും കൂടെ അതായതുകൊണ്ട് അതെ, അവരുടെ കണ്ടീഷൻസ് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതായത് 10 ഓവർ കഴിഞ്ഞിട്ടും ബോളിന് മൂവ്മെന്റ് അവിടെ ഫസ്റ്റ് ഇന്നിങ്സിൽ തന്നെ 10 ഓവർ കഴിഞ്ഞ ഒരു 14ാമത്തെ 15ാമത്തെ ഓവർ വരെ അവർക്ക് ബോളിന് മൂവ്മെന്റ് ഉണ്ട്. അത് വേറെ എങ്ങും ഞാൻ കണ്ടിട്ടില്ല. അത് ഈ പറഞ്ഞിട്ട് ഓസ്ട്രേലിയ T20 കളിച്ച് പോലും, അല്ലെങ്കിൽ ഇംഗ്ലണ്ട് T20 നടക്കുമ്പോൾ പോലും ഈ 15ാമത്തെ ഓവറിലൊക്കെ ബോളിന് മൂവ്മെന്റ് ഞാനങ്ങനെ ഈ അടുത്തിടയ്ക്കൊന്നും കണ്ടിട്ടില്ല. അതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പിന്നെ രണ്ടാമത്തെ ഒരു ഫാക്ടറാണ് നെഹ്റ എന്ന് പറഞ്ഞൊരു കോച്ച്. മനസ്സിലായി. ഇപ്പം ഈ സിറാജ് ആണെങ്കിൽ തന്നെ ടെസ്റ്റ് ടീമിൽ അരങ്ങേറുമ്പം നെഹ്റ എന്ന് പറഞ്ഞൊരു പ്ലെയർ അന്ന് ടീമിനോടൊപ്പം ഉണ്ട്. അതേ കൂട്ടി തന്നെ റബാഡ എന്ന് പറഞ്ഞൊരു പ്ലെയറിനെ ഈ സീസണിൽ ടോട്ടലി അവർ റീഡിഫൈൻ ചെയ്തെടുത്താണ്. റബാഡ ഈ T20 വേൾഡ് കപ്പിൽ പോലും ഇത്ര പേസ് ഇല്ലായിരുന്നു. ഇപ്പോൾ പുള്ളിയുടെ പേസ് തന്നെ ഡ്രാസ്റ്റിക്കലി ചേഞ്ച് ആയി. 150+ കൺസിസ്റ്റൻ്റ് ആയിട്ട് എറിയാൻ പറ്റുന്നുണ്ട്. പ്യുവർ ടെസ്റ്റ് മാച്ച് ലെങ്തിൽ കൂടെയാണ് അവർ ഇത്രയും ഒരു ടീമിനെ കുഴപ്പിക്കുന്നത്. മനസ്സിലായി. 8 മീറ്റർ ടു ഷോർട്ട് ലൈൻ ഹിറ്റ് ദ ഡെക്ക് എറിഞ്ഞൊരു ടെസ്റ്റ് മാച്ച് അല്ലെങ്കിൽ ലെങ്ത് മൂവ്മെന്റ്സ് കാണിച്ചു വെച്ചുകൊണ്ട് ഒരു ടെസ്റ്റ് മാച്ച് ലെങ്തിലാണ് എതിർ ടീമിനെ ഇവർ ഇല്ലാതാക്കുന്നതെന്നും നമ്മൾ എടുത്തു പറയണം. ഇപ്പം പവർ പ്ലേയുടെ ഇമ്പാക്റ്റ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 22 ഡോട്ട് ബോൾസ് ആണ് എറിഞ്ഞത്. 36 പന്തിൽ 22 ഡോട്ട് ബോൾസ് ആണ് ജി ടിയുടെ ബോളേഴ്സ് എറിഞ്ഞത്. അതിനോടൊപ്പം തന്നെ ചേർത്ത് വെക്കേണ്ട കാര്യം, ഈ ടൂർണമെന്റിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പവർ പ്ലേ വിക്കറ്റ് എടുത്തിരിക്കുന്ന ടീമും ജി ടി തന്നെയാണ്. 25 വിക്കറ്റ് എടുത്തത്. രണ്ടാമത് നിൽക്കുന്ന ബാംഗ്ലൂർ 21. അത് ഇന്ന് അവർ മറികടന്നു. അതിനോടൊപ്പം തന്നെ ചേർത്ത് വെക്കേണ്ട ഒരു കാര്യമാണ്, ഈ ടോട്ടൽ ടൂർണമെന്റിലേക്ക് ലീഡിങ് വിക്കറ്റ് ടേക്കിംഗ് ടീമായി മാറി ജി ടി. 95 വിക്കറ്റ് മറ്റും ഉണ്ട്. കൃത്യം നോക്കിക്കഴിഞ്ഞാൽ അതെ 95 വിക്കറ്റ് ഉണ്ട്. ഇത് സെക്കൻഡിൽ നിൽക്കുന്ന ടീം ഇവരുമായിട്ട് 19-20 വിക്കറ്റിന്റെ ഡിഫറൻസിലാണ് നിൽക്കുന്നത്. മനസ്സിലായി. അത്രമാത്രം ഡോമിനൻസ്. അത് ഏറ്റവും കൂടുതൽ ഒരു ടീമിനെ ഓൾ ഔട്ട് ആക്കിയിരിക്കുന്ന കണ്ടീഷനും പിച്ചും ജി ടി തന്നെയാണ്. ഇത് എങ്ങനെയാണ് ഇവർക്ക് ഇത്ര ഹോം അഡ്വാൻറ്റേജ് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. പിന്നെ ഇവിടെ തുടങ്ങി ഈ ജി ടി നമ്മൾ പണ്ട് ആദ്യം തൊട്ട് പറയുന്നത്, ജി ടിക്ക് ഒരു ടോപ്പ് 3 സ്ട്രോങ് ആണ്.
അതിനുശേഷം ഇവർക്ക് അറ്റാക്കിംഗ് ക്രിക്കറ്റ് കളി ടോപ്പ് 3 തന്നെ അറ്റാക്കിംഗ് ക്രിക്കറ്റ് കളിക്കാനുള്ള ശേഷി അവർക്കില്ല. സ്ട്രൈക്ക് റേറ്റ് വളരെ കുറവാണ്. പിന്നീട് ഇങ്ങോട്ട് വരുമ്പോൾ മിഡിൽ ഓർഡർ വീക്ക് ആണെന്നുള്ളതാണ്. നേരെ ഓപ്പോസിറ്റ് ആണ് SRH. ടോപ്പ് 3 എന്ന് പറഞ്ഞാൽ അത്ര എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ബാറ്റ്സ്മാൻമാരാണ്. അതിനുശേഷം ക്ലാസൻ അടക്കമുള്ള ബാറ്റ്സ്മാൻമാർ എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ബാറ്റ്സ്മാൻമാരാണ്. സോ ഈ രണ്ട് ടീമുകൾ ഇന്ന് കളിച്ചപ്പോഴത്തേക്ക് ഒരാളുടെ ഒരു സ്ട്രാറ്റജി വിൻ ചെയ്ത് മറ്റേ ആളുടെ സ്ട്രാറ്റജി വിൻ ചെയ്തില്ല. ഈ കണ്ടീഷൻ എന്നുള്ളതായിട്ട് എനിക്ക് തോന്നുള്ളൂ. SRHന് ഒത്തിരി വെറി ചെയ്യാനായിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നില്ല. ഈ കണ്ടീഷൻ അവരുടെ ഒരു സ്ട്രാറ്റജിക്ക്, അവരുടെ ഒരു അറ്റാക്കിംഗ് സാധനത്തിന് പറ്റിയ ഒരു കണ്ടീഷനേ അല്ലായിരുന്നു. അവർ അതിന് തന്നെ ഇപ്പൊ നമ്മൾ ആദ്യത്തെ 2 വിക്കറ്റ് പോയിട്ട് പിന്നെ ഇഷാൻ കിഷൻ വന്നിട്ടും ആ ഒരു മോഡൽ തന്നെ, അറ്റാക്കിംഗ് മോഡൽ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ആ ഒരു ഇതിന് പറ്റിയ ഒരു കണ്ടീഷനായിരുന്നു. മറു സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ സായി സുദർശൻ ആയാലും ശരി, ആൻഡ് വാഷിംഗ്ടൺ സുന്ദറിനായാലും GTയുടെ ബാറ്റ്സ്മാൻമാർക്ക് പെർഫെക്റ്റ് ആയിട്ട് പറ്റിയ ഒരു കണ്ടീഷനായിരുന്നു. അതിനകത്ത് ഒരു കാര്യമുണ്ട്, നിഷാൻ സിന്ധുവിന്റെ പെർഫോമൻസ് നമ്മൾ ആ കഴിഞ്ഞ മാച്ചിലും പറഞ്ഞാണ്, ഒരു 15 റൺസ് അടിച്ചതേ ഉള്ളൂ എന്നുണ്ടെങ്കിലും അത് നമുക്ക് ഒരു ഇമ്പാക്റ്റഡ് ഗ്ലിംസ്, ഒരു നല്ലൊരു പെർഫോമൻസിന്റെ ഗ്ലിംസ് കാണിച്ചിട്ടുണ്ട്. ഇന്നും അതുപോലെ തന്നെ 20 റൺസ് അടിച്ചുള്ളൂ 14 ബോളിൽ. പക്ഷേ ഒരു അത് ഷോർട്ട് ഉണ്ടാക്കിയ കാമിയോ. ഇമ്പാക്ട്, ആ ഒരു ഫിനിഷിൽ ഉണ്ടാക്കിയ ഇമ്പാക്ട് വളരെ ഹൈ ആയിരുന്നു. അതെ. സോ അതെ അതെ. അങ്ങനെ ഇപ്പം മൊത്തത്തിൽ ഈ എല്ലാം GTക്ക് കറക്റ്റ് ആയിട്ട്. പിന്നെ GT ഈസ് ലുക്കിംഗ് സോ ഗുഡ്. ലൈക്ക് കഴിഞ്ഞ 2 കളികൾ ജയിച്ച നെറ്റ് റൺ റേറ്റിലെ ബൂസ്റ്റ് അവർ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കഴിഞ്ഞ കളി ജയിച്ചത് ഈ ടൂർണമെന്റിലെ ഏറ്റവും വലിയ ബിഗസ്റ്റ് വിന്ന് 77. ഈ കളി ജയിച്ചിരിക്കുന്നത് ഏറ്റവും വലിയ അടുത്ത വിന്ന് 82 റൺ. അതായത് GTയുടെ കരിയറിലെ ഒരു ടീമിനെ തോപ്പിക്കുന്ന ഏറ്റവും കൂടുതൽ റണ്ണാണ് 82 എന്ന് പറഞ്ഞത്. അതേ കൂട്ട് തന്നെ SRH വാങ്ങുന്ന ഏറ്റവും വലിയ പരാജയമാണ് 82 റണ്ണിൻ്റെ പരാജയം എന്ന് പറയുന്നത്. അവരുടെ നെറ്റ് റൺ റേറ്റ് തന്നെ ടോട്ടലി തലകുത്തിനെ അടിച്ചു മാറ്റും. GT ഈസ് ലുക്കിംഗ് സോ സ്ട്രോങ്. അവർ ടോപ്പ് 2-ൽ തന്നെ ഫിനിഷ് ചെയ്യും എന്ന് അവർ ഉറപ്പിച്ചിറങ്ങുന്ന രീതിയിലാണ് എനിക്ക് തോന്നുന്നത്. അവിടെ ഒരു പോയിന്റ് നമ്മൾ പറയണം. നമ്മൾ ഈ GT ഈ ഒരു ഫേസിലേക്ക് വരുന്നതിന് മുമ്പ്, അതായത് ഒരു വിന്നിംഗ് ഫേസിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മൾ GTയെ റിവ്യൂ ചെയ്യുന്ന സമയത്തും അവരുടെ ടീമിന്റെ പ്രിവ്യൂ ചെയ്യുന്ന സമയത്തും നമ്മൾ എടുത്തു പറഞ്ഞൊരു കാര്യമാണ് ഹോൾഡർ എന്തുകൊണ്ട് ഈ ടീമിലേക്ക് വരണമെന്നുള്ളത്. ഹോൾഡർ ഈസ് ആക്ടിങ് ആസ് എ പെർഫെക്റ്റ്, ആ ഒരു ടീമിന്റെ ബാലൻസിങ്ങിന് ഏറ്റവും എന്താ പറയുക, ഒരു പിവറ്റ് പോയിന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ഹോൾഡറാണ്. അത് ബോളിംഗിലായാലും ശരി, ബാറ്റിംഗിലായാലും ശരി. ബോളിംഗിൽ വരുമ്പോഴത്തേക്ക് മിഡിൽ ഓർഡറിൽ വിക്കറ്റ് എടുക്കാൻ ഹോൾഡർ എന്ന് പറയുന്ന ഒരു ബോളറിന് സ്ഥിരമായിട്ട് എല്ലാ മാച്ചസിലും പറ്റുന്നുണ്ട്. ഇന്ന് ക്ലാസിന്റെ വിക്കറ്റ് എടുത്തത് ആ ഒരു സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ ഈ മാച്ച് തിരിക്കാൻ പറ്റുന്ന ഒരു പ്ലെയറാണ്. ആ പ്ലെയറിന്റെ വിക്കറ്റ് എടുത്തത് ഹോൾഡറാണ്. അതുപോലെ തന്നെ ബാറ്റിംഗിലേക്ക് വരുമ്പോഴത്തേക്ക് ഇവർ ചെയ്തൊരു വേറെ കാര്യം, ഇപ്പോ ഈ പ്രശാന്ത് സിന്ധുവിനെ വാഷിംഗ്ടൺ സുന്ദറിന് മുന്നേ ഇറക്കി. വാഷിംഗ്ടൺ സുന്ദർ താഴേക്ക് ഇറങ്ങുമ്പോൾ അപ്പൊ ആ ഒരു ബാറ്റിംഗിന്റെ ഡെപ്ത്, പണ്ട് ഷാറുഖ് ഖാൻ ഒക്കെ ഇല്ലാതായപ്പോഴത്തെ ആ ഒരു ഡെപ്ത് അവർക്ക് ഒരു അഡ്ജസ്റ്റ് കുഷ്യൻ. ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഒന്ന് താഴേക്ക് ഇറക്കി. അതിനുശേഷം ഹോൾഡർ വരുന്നത് പറയുമ്പോഴത്തേക്ക് അവർക്ക് അവിടെ ഒരു ബലമുണ്ട്, അടിത്തട്ടിൽ ഡെപ്ത് ഉണ്ട്. ഒരാളുണ്ട് എന്നുള്ളൊരു കോൺഫിഡൻസ് പിന്നെ മേലുള്ള എടുത്തു പറയണം, അത് വളരെ ഉറക്കെ എടുത്തു പറയേണ്ട കാര്യമാണ്. GT ബിഫോർ ഹോൾഡർ അല്ല GT ആഫ്റ്റർ ഹോൾഡർ എന്നുള്ള അഡീഷൻ. അന്നും നമ്മൾ ആകെപ്പാടെ ഒരു വാദിച്ചൊരു കാര്യം, നമ്മളാണ് ഏറ്റവും കൂടുതൽ ഹോൾഡർ വരണം. അപ്പോൾ പലരും പല രീതിയിൽ നമ്മളെ ക്വസ്റ്റ്യൻ ചെയ്തു. അത് ഞാൻ പറഞ്ഞു അതല്ല, ആ പ്ലെയർ ആ ഒരു ഫോമിൽ നിന്നാണ്. അല്ല, റബാഡെ വരെ മാറ്റിയിട്ട് വരണമെന്ന് നമ്മൾ പറയുന്നത്. കാരണം ആ ഒരു ഫോമിൽ നിന്നാണ് ഹോൾഡർ വരുന്നത്. അത് വെറുതെ ആക്കരുത്. അതിനോടൊപ്പം തന്നെ റീസണിൽ നമ്മൾ പറഞ്ഞാണ് എന്തുകൊണ്ട് പ്രസിദ്ധ് കൃഷ്ണ കളിക്കണം. RCBക്കെതിരെ എക്സ്പെൻസീവ് ആയി പോയത് ആ ഒരു പിച്ചിൽ ആ ഒരു വളരെ എഫക്റ്റീവ് അല്ല, അവിടെ കളിപ്പിക്കരുതായിരുന്നു. അല്ലാതെ പുള്ളിയുടെ ലൈനിൽ ലെങ്തിലൊന്നും ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. 8 മീറ്റർ ടു ഷോർട്ട് ലെങ്ത് എറിഞ്ഞ് തുടക്കത്തിലെ പർപ്പിൾ ക്യാപ്പ് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്ന ഒരു പ്ലെയറാണ്. പല ആവർത്തിയും നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇതിപ്പം പുള്ളി ഉണ്ടായിരുന്നെങ്കിൽ ഒരു 20 റണ്ണിന് ഷോട്ടേ അടിക്കത്തുള്ളായിരുന്നു, 30 റണ്ണിന് ഷോട്ടേ അടിക്കത്തുള്ളായിരുന്നു. നമ്മൾ പല ആവർത്തി പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു പെർഫെക്റ്റ് എക്സാമ്പിളാണ് ഇന്ന് കണ്ടത്. ക്രൂഷ്യൽ ടൈമിൽ ഒരു പാർട്ണർഷിപ്പ് ബിൽഡ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ അത് എന്തുമല്ല ഒരു 140 വരെ പോയേനെ. ജയിക്കുമെന്നല്ല ഞാൻ പറയുന്നത്, ഒരു 120 140 പോകേണ്ട ഒരു സാഹചര്യത്തിൽ വന്ന് കറക്റ്റ് സമയത്ത് ബ്രേക്ക് ത്രൂ കൊടുത്ത് 2 സ്ട്രൈക്ക് ചെയ്ത് അവരെ ടോട്ടലി ഇല്ലാതാക്കി. ഇന്ന് റഷീദ് ഖാൻ ബോൾ ചെയ്യേണ്ട പോലും വന്നില്ല. ആകെ പുള്ളി 3-4 ഡെലിവറി എങ്ങാണ്ട് എറിഞ്ഞുള്ളൂ. പിന്നെ അവരുടെ ഇൻറ്റൻറ്റ് കുറച്ച് വിക്കറ്റെങ്കിലും പോയപ്പം ഒന്ന് ബ്രേക്ക് ഇടണമായിരുന്നു. ഈ ലാസ്റ്റ് മൊമെന്റ്സിൽ ഇനി നെറ്റ് റൺ റേറ്റ് തിരിച്ചു പിടിക്കുക എന്നൊക്കെ പറയുന്നത് ഹെർക്കൂലിയൻ ടാസ്ക്കാണ്. അപ്പോൾ അത് കളയാതെ ഒരു ഇൻറ്റൻറ്റ് അവിടെ നിന്ന് ഒരു സ്റ്റോപ്പേജ് ഇടണമായിരുന്നു. അറ്റ്ലീസ്റ്റ് ഒരു 2 വിക്കറ്റ് കണ്ടിന്യൂസ്ലി പോയപ്പോഴെങ്കിലും ഒരു സ്റ്റോപ്പ് ഇടണമായിരുന്നു. പക്ഷേ ഈ പറയുന്ന ലാസ്റ്റ് ഇറങ്ങിയ ആള് പോലും ഔട്ടാവുന്നത് സ്റ്റെപ്പ് ഔട്ട് ചെയ്ത് 6 അടിക്കാൻ നോക്കിയാണ് സ്റ്റംപ് ചെയ്ത് ഔട്ടാവുന്നത്. അവരുടെ ഒരു മിഡിൽ ഓർഡറിന്റെ ഒരു വീക്ക്നെസ് ഇന്ന് ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. അതായത് ടോപ്പ് ഓർഡറിൽ ഈ 4 പേര്, ഫസ്റ്റ് ഓപ്പണേഴ്സ്, പിന്നെ നമ്മുടെ ഇഷാൻ കിഷൻ ആൻഡ് ക്ലാസൻ ഇല്ലാതെ അവരുടെ ഭയങ്കര. അതുപോലെ ഇന്ന് നമ്മുടെ നിതീഷ് കുമാർ റെഡ്ഡിയൊക്കെ 7th ആയിട്ടൊക്കെയാണ് വരുന്നത്. അതെന്താ, ഇനി എന്തെങ്കിലും പരിക്കിന്റെ പ്രശ്നം കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. ശരിക്കും പറഞ്ഞാൽ അവിടെ ഈ ആ ഒരു ടോപ്പിൽ ഇത്ര വിക്കറ്റ് പോകുമ്പോൾ അവിടെ വന്ന് ഇത്ര എക്സ്പീരിയൻസ് ഉള്ള ഒരു പ്ലെയർ, കമ്പാരിറ്റീവ്ലി ആ മിഡിൽ ഓർഡറിൽ എക്സ്പീരിയൻസ് ഉള്ളത് നിതീഷ് കുമാർ റെഡ്ഡിക്കാണ്. നിതീഷ് കുമാർ റെഡ്ഡി ഒരു നമ്പർ 5 വന്നിട്ട് അവിടെ വന്നിട്ട് ഒരു ഇന്നിങ്സ്, ഒരു പാർട്ണർഷിപ്പ് ബിൽഡ് ചെയ്യേണ്ടതായിരുന്നു ശരിക്കും പറഞ്ഞാൽ. ഇനി എന്തെങ്കിലും തീർച്ചയായിട്ടും. അറിയില്ല. അല്ല, അത് നിതീഷ് കുമാർ റെഡ്ഡിയുടെ പൊസിഷനാണ്. ആ കണ്ടീഷൻസിൽ നിതീഷ് കുമാർ റെഡ്ഡിയാണ് ഇറങ്ങേണ്ടത്. കഴിഞ്ഞ കളി സെയിം സിറ്റുവേഷനിൽ നിന്ന് നിതീഷ് കുമാർ റെഡ്ഡിയും ക്ലാസിനോട് ഒരു പാർട്ട്ണർഷിപ്പ് ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നാണ് അവരെ വിജയത്തിലേക്ക് നയിച്ചത്.
അത് അതിന്റെ ഒരു റെപ്ലിക്ക ഇവിടെ അവർക്ക് സുഖമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യായിരുന്നു. പുള്ളി ഈ ഏഴാമതൊക്കെ എന്തിനാ വലിച്ചിറക്കിയത്? ലൈക്ക് അബ്സല്യൂട്ട്ലി വേസ്റ്റിംഗ് റിസോഴ്സ് എന്നാണ് എനിക്ക് തോന്നിയത്. പിന്നെ രണ്ടാമത്തെ കാര്യം, അവർക്ക് ഉറപ്പുണ്ടായിരുന്നു ഈ പിച്ച് ഒരു ഡബിൾ പേസ്ഡ് ആണെന്നും അവർ ഷോർട്ട് ബോളിലായിരിക്കും അറ്റാക്ക് ചെയ്യുന്നതെന്നും. അപ്പം അതിനൊരു കൗണ്ടർ പ്ലാൻ ഇല്ലാതെ പോയി. അതിനൊരു കൗണ്ടർ പ്ലാൻ ഇല്ലാത്ത രീതിയിലാണ് പോയത്. അതിനോടൊപ്പം തന്നെ എടുത്ത് പറയേണ്ടതാണ് ഹോൾഡറിന്റെ അവരുടെ ബട്ട്ലറിന്റെ 2 ക്യാച്ച്. ബട്ട്ലർ എടുത്ത 2 ക്യാച്ച് ലൈക്ക് അത്രത്തോളം ഓടി അതിമനോഹരമായ 2 ക്യാച്ചാണ് എടുത്തത്. അതേ കൂട്ട് തന്നെ സിറാജിന്റെ ഫസ്റ്റ് ഓവർ വിക്കറ്റ് മെയ്ഡൻ, മൂന്നാമത്തെ ഓവർ വന്ന് പവർ പ്ലേയിൽ എറിഞ്ഞ് 1 റണ്ണ് മറ്റാണ് കൊടുത്തത്. സിറാജ് അണ്ടർ നെഹ്റ ഈസ് ലുക്കിംഗ് ഡിഫറെൻറ്റ്. അതേ കൂട്ട് തന്നെ അവരുടെ ബോളേഴ്സ് എല്ലാം ഒരു ബോളിംഗ് കോച്ച് അന്ന് ഹെഡ് കോച്ചായിട്ട് ഇരിക്കുന്നതിൻ്റെ അഡ്വാൻറ്റേജ് അവർ ടോട്ടൽ ഇതിൽ കാണുന്നുണ്ട്. അവരിപ്പോഴും ബാറ്റിംഗ് ഹെവി അല്ല, അവരുടെ ബാറ്റ്സ്മാൻമാർ വലിയ സ്ട്രൈക്ക് റേറ്റ് കളിക്കുന്നവരുമല്ല. പക്ഷെ കറക്റ്റ് ഒരു 160 അവരെ എറിഞ്ഞൊതുക്കി ഒന്നി ചേസ് ചെയ്യുക, അല്ലെങ്കിൽ 160 എടുത്ത് അത് താഴെ എറിഞ്ഞിടുക എന്നുള്ളൊരു ആ ഒരു ടെംപ്ലേറ്റ് ആണ് അവരെല്ലാം കോപ്പി പേസ്റ്റ് കട്ട് കോപ്പി പേസ്റ്റ് എന്നുള്ള രീതിയിലാണ് അവർ മുമ്പോട്ട് പോകുന്നത്. പണി കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോഴും ഞാൻ പറയുന്നു, മുന്നോട്ട് പോകുമ്പോൾ ഇവർക്ക് പ്ലേ ഓഫിലോ ഒരുപക്ഷെ ക്രൂഷ്യൽ, ഇവര് ടോപ്പ് 2 വന്നാൽ 2 ചാൻസ് കിട്ടും. ടോപ്പ് 2 വന്നില്ല എന്നുണ്ടെങ്കിൽ ഇവർക്ക് പണി കിട്ടാൻ നല്ല ചാൻസ് ഉണ്ട്. എൻ്റെ അതുകൊണ്ട് തന്നെ അഭിപ്രായത്തിൽ അവർ ഇവർ ടോപ്പ് 2 വരരുത്. വേറൊന്നും കൊണ്ടല്ല, ടോപ്പ് 2 വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ കളി നടക്കുന്നത് ധർമ്മശാലയില്ല. അവിടെ ഈ ലെങ്ത് പറ്റത്തില്ല. അവിടെ ഹൈ ഓൾട്ടിറ്റ്യൂഡിലാണ് കളിക്കുന്നത്. അത് ടോപ്പ് പിച്ച് ചെയ്താൽ പോലും ഭയങ്കരമായിട്ട് പറക്കും ബോൾ 6. അത് ഈ ചിന്നസ്വാമി ഈ പറഞ്ഞിട്ട് ധർമ്മശാല അതെല്ലാം ഹൈ ഓൾട്ടിറ്റ്യൂഡ് ഗ്രൗണ്ട്സ് ആണ്. അപ്പോൾ അവിടെ 6 ഹിറ്റിങ് വളരെ ഈസിയാണ്. അപ്പോൾ അതിന് പറ്റിയൊരു ലെങ്ത് അല്ല ഇവരുടെ മോഡ് ഓഫ് ഓപ്പറേഷൻ. അതുകൊണ്ട് ഇവർ അതിൻ്റെ താഴെ ന്യൂ ചണ്ഡീഗഡിൽ നിന്ന് കയറി വന്നാലായിരിക്കും അവർക്ക് ഇച്ചിരി അഡ്വാൻറ്റേജ്. ഇപ്പോഴും ഒന്നും പറയാറായിട്ടില്ല. ഈ ടേബിളും എല്ലാം തലകുത്തനെ ടോപ്പ് തിരിയും. 2 വന്നാൽ അവർക്ക് ഒരു സെക്കൻഡ് ചാൻസ് ഉണ്ടല്ലോ. ഇപ്പൊ ടോപ്പ് ആ 2 അതെ അതെ. വന്നാല് ധർമ്മശാല ആണെങ്കിൽ പോലും ഒരു സെക്കൻഡ് ചാൻസ് ഉം. ഉണ്ട്. പക്ഷെ അതല്ലാതെ ഇവരൊരു 4th പൊസിഷനിലോ 3rd പൊസിഷനിലോ ആണെങ്കിലാണ് ഇവർക്ക് ഏറ്റവും ഡേഞ്ചറസ് ആവുന്നത്. അപ്പൊ വന്ന് ഉം. ഒരു മാച്ചിൽ ഒരു ടീം വന്ന് അടിച്ചിട്ട് അങ്ങ് പോയി കഴിഞ്ഞാൽ ഇവര് ചിലപ്പോൾ പോകാൻ ചാൻസ് ഉണ്ട്. പക്ഷെ വൺസ് എൻ്റെ ഇവർ അഭിപ്രായത്തിൽ ഫൈനലിലേക്ക് എത്തി ടോപ്പ് 2 എത്തിക്കഴിഞ്ഞാൽ എൻ്റെ ബുദ്ധിമുട്ടാവും. അഭിപ്രായത്തിൽ അങ്ങനെ പോകണമെന്നാണ് പേഴ്സണൽ ആഗ്രഹം. വേറൊന്നും കൊണ്ടല്ല, ജിറ്റിയുടെ ആരാധകനായിട്ടോ അല്ലെങ്കിൽ വിരോധിയായിട്ടോ അല്ല ഞാനീ പറഞ്ഞത്. പക്ഷേ ഇത്രത്തോളം ഹോം അഡ്വാൻറ്റേജ് കിട്ടുന്ന ഒരു ടീമിന് കൊണ്ടുവന്ന് ഹോം ഗ്രൗണ്ടിൽ ഫൈനൽ കൊണ്ട് കൊടുക്കുക എന്ന് പറയുന്നത് അവരുടെ മുന്നിൽ ബിരിയാണി കൊടുക്കുന്നതിന് തുല്യമാണ്. അതിനോട് എനിക്ക് ഒട്ടും യോജിപ്പില്ല. അതെ അതെ. അപ്പൊ മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ GT ഇപ്പോ സിറാജ്, അവരുടെ ഫാസ്റ്റ് ബോളേഴ്സ്, അവരുടെ വാഷിംഗ്ടൺ സുന്ദർ ഫോമിലേക്ക് വരുന്നു. ഇഷാൻ സുന്ദർ എന്ന് പറഞ്ഞൊരു ബാറ്റ്സ്മാൻ വന്നിട്ട് കുറച്ച് പ്രോമിസിംഗ് ആയിട്ടുള്ള 1-2 ചെറിയ ഇന്നിങ്സ് ആണെങ്കിലും കളിക്കുന്നു. ഹോൾഡർ താഴെ ബാറ്റ് കൊണ്ട് അതുപോലെ ബോളിംഗ് കൊണ്ട് പെർഫോം ചെയ്യുന്നു. പ്രസിദ്ധ് കൃഷ്ണ വന്നിട്ട് ഇന്ന് പെർഫോം, മൊത്തത്തിൽ ഒരു പോസിറ്റീവ് വൈബ് ആണ് ഈ അതെ GT അതെ. അതേ സൈഡിൽ. കൂട്ട് തന്നെ ജിറ്റിയുടെ ഇനി അടുത്ത ഫേസ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കമ്പാരിറ്റീവ്ലി ഈസി ഗെയിംസ് ആണ് അവർക്ക്. ഒന്ന് KKRഉം, അതായത് ടേബിളിൻ്റെ വളരെ ബോട്ടം കിടക്കുന്ന ഒരു ടീമും, അടുത്തത് CSK, അതായത് ടേബിളിൻ്റെ ഒരു മിഡിലിൽ കിടക്കുന്ന ടീമുമാണ്. പക്ഷേ അതേ അവസ്ഥയല്ല SRHന്. SRHന് ഇനി കളിക്കാനുള്ളത് CSK മിഡിൽ കിടക്കുന്ന ടീമും RCB ടേബിൾ 2ൽ കിടക്കുന്ന ടീമുമായിട്ടാണ്. അതേ കൂട്ട് തന്നെയാണ് പഞ്ചാബിനും, ഒരു ടോപ്പ് 4 ടീമുമായിട്ടാണ് ഇനിയുള്ള കളികളെല്ലാം. അപ്പോൾ അത് GTയെ സംബന്ധിച്ച് അഡ്വാൻറ്റേജും SRHനെ സംബന്ധിച്ച് ഒരു വറിയിങ് ഫാക്ടറും ആണ്. നമുക്ക് പറയും തീർച്ചയായിട്ടും. SRHനെ സംബന്ധിച്ച് അവർ ഈ ഒരു കണ്ടീഷനിൽ അവർ ഈ പതറി പോയി എന്ന് വെച്ചിട്ട് ആ ഒരു പൂർണ്ണമായിട്ട് ഞാൻ അവര് ഇതാവുന്നില്ല. കാരണം അവരുടെ ഒരു ശൈലിക്ക് പറ്റുന്ന ഒരു കണ്ടീഷൻ അല്ല അത്. അവർ മനസ്സിലാക്കി കളിക്കാനുള്ള ഒരു മിഡിൽ ഓർഡറിലോ അല്ലെങ്കിൽ ഒരു ലോവർ ടോപ്പ് ഓർഡറിലോ ഒരു ബാറ്റ്സ്മാൻ അവർക്ക് ഇല്ലാതെ പോയി. അതായത് അവിടുന്ന് ഒരു ഇന്നിങ്സ് ബിൽഡ് ചെയ്യാൻ അവിടുന്ന് ഒന്ന് മുന്നോട്ട് എടുത്തോണ്ട് പോകാൻ. ക്ലാസനൊക്കെ ശരിക്കും പവർ പ്ലേയുടെ അവസാനത്തെ 2 ബോൾ, എനിക്കൊന്ന് 5th ബോളിൽ എന്താണ് അവർക്കൊരു വിക്കറ്റ് നഷ്ടപ്പെടുന്നത്. ഞാൻ ആ ബാറ്റ്സ്മാന്റെ പേര് മറന്നു. ഒരു പുതിയ ഒരു ബാറ്റ്സ്മാൻ. അപ്പൊ ആ പുള്ളി വന്നിട്ട് അവിടെ ആ ഒരു ഇത്രയും മോശം കണ്ടീഷനിൽ വന്നിട്ട് ആ പവർ പ്ലേയിൽ 2 ബോൾ ശേഷിക്കുന്ന സമയത്ത് അടിച്ച് ഒരു മിഡ് ഓഫിൽ എന്തോ ക്യാച്ച് കൊടുത്തിട്ട് ഔട്ട് ആവേണ്ട ഒരു ആവശ്യമില്ല. അങ്ങനെ ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്രൗണ്ട് അല്ലെന്ന് ഓൾറെഡി നമുക്ക് മനസ്സിലായതാണ്. നമ്മൾ ഈ ഷോട്ട്സ് ഓരോന്നും എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്യുവർ മിസ് എക്സിക്യൂഷൻ ആണ് ഓരോ ഷോട്ട്സും. ഇപ്പം ഞാനത് ഡീറ്റെയിലേക്ക് പോയി നമ്മളിത് തീരത്തില്ല ഈ വീഡിയോ. ഓരോ ഷോട്ടും എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഇഷാൻ കിഷൻ ആണെങ്കിൽ ഹാഫ് ഹാർട്ടഡ്ലി ആണ് ഒരു ബാറ്റ് ചുമ്മാ ഓപ്പൺ ആക്കി വെച്ച് കൊടുക്കുന്നത്. അതേകൂട്ട് തന്നെ 149 എറിയുന്ന ബോള് ലൈക്ക് ഒരു യാതൊരു ബോളിൻ്റെ അടുത്തേക്ക് റീച്ച് ചെയ്യാതെ ചുമ്മാ സ്ലോഗ് ചെയ്ത് ഒന്നും അത്രയൊക്കെ ടൈം കണ്ട് എത്തുക എന്ന് പറയുന്നത് ഭയങ്കര പ്രാക്ടിക്കലി ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. അതേ കൂട്ട് തന്നെ ഒരു ബാറ്റ്സ്മാനെ പോയിന്റിൽ, എനിക്കൊന്ന് നിതീഷ് കുമാർ റെഡ്ഡി ആണെന്ന് തോന്നുന്നു, പോയിന്റ് കുടിക്കുക. അത് പോയിന്റും അല്ല ഗള്ളിയും അല്ല, അതിൻ്റെ ഇടയ്ക്ക് ഒരു ഫീൽഡറിനെ കയറ്റിയിട്ട് ലൈക്ക് വലിയ ദൂരത്തിലല്ല നിൽക്കുന്നത്. ദേ വെയർ ലൈക്ക് സോ മച്ച് പ്രിപ്പയർഡ് ഫോർ ദ ടീം. അത് വേണം പറയാൻ. ഓരോരുത്തരുടെ ഷോട്ട്സ് നോക്കിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് അതെ അതെ നിതീഷ് അതെ. കുമാർ റെഡ്ഡിയുടെ ഷോട്ടൊക്കെ നത്തിങ് ഷോട്ടായിരുന്നു. അതൊരു ഷോട്ട്, എന്ത് ഷോട്ടാണെന്ന് പോലും അവർ ക്ലിയർ ചെയ്യാനുള്ള ഒരു ഷോട്ടും ഈ അല്ല. അങ്ങനെ ഒരു വല്ലാത്ത രീതി ഇതൊരു ഈ കൊളാപ്സ് ആണ്, ഡേ കണ്ടീഷനിൽ ടു അവർക്ക് ഫോർഗെറ്റ്. കിട്ടിയില്ല.
അതെ അതെ അതൊരു അതെ കൊളാപ്സ് ആണ്. ഡേറ്റ് ഫോർഗെറ്റ് അതിനെ പിന്നെ കീറി മുറി പരിശോധിക്കേണ്ട. ജസ്റ്റ് ഫോർഗെറ്റ് അബൌട്ട് ഇറ്റ്, കം ബാക്ക് നെക്സ്റ്റ് ഗെയിം സ്ട്രോങ്ങർ, അത്രേ ഉള്ളൂ. ഇത് വരും തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. ജി ടി ഡേഞ്ചറസ് തന്നെയാണ്, നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ. ജി ടിയെ പേടിക്കണം ഇനി മുന്നോട്ട് പോകുമ്പോൾ. ചെന്നൈക്ക് തിരിച്ചു വരാനുള്ള ഒരു ചാൻസുമാണ്. ചെന്നൈക്ക് കഴിഞ്ഞ മാച്ചിൽ ഗിൽ അവിടെ വന്ന് കളി ജയിച്ചിട്ട് ഷോ ഓഫ് കാണിച്ചിട്ട് മറുപടി കൊടുക്കാനുള്ള ചാൻസും കൂടാണ് ചെന്നൈയെ സംബന്ധിച്ച്. സോ ആ ഗെയിമും വളരെ ഇമ്പോർട്ടന്റ് ആയിരിക്കും ജി ടിയെ സംബന്ധിച്ചും CSK സംബന്ധിച്ചും. എന്തായാലും നമുക്ക് നോക്കാം. അപ്പൊ ഇപ്പൊ നമ്മള് വീഡിയോ കുറച്ച് നീണ്ടുപോയി. എന്തായാലും ബ്രോ നേരത്തെ പറഞ്ഞൊരു കാര്യം ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്. നമുക്ക് ഈ വീഡിയോ കാണുന്ന ആൾക്കാർ പറ്റുന്നുണ്ടെങ്കിൽ ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സ് ആയിട്ട് പങ്കുവെക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ മുന്നോട്ടുള്ള യാത്രയിൽ അത് തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ അരുൺ ബ്രോ ആയിട്ട് വീണ്ടും കാണുന്നവരെ